ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സുപ്രീം കോടതിയിൽ ഡിഗ്രിക്കാർക്ക് കോർട്ട് അസിസ്റ്റൻ്റായി ജോലി നേടാൻ അവസരം. മാർച്ച് 8 വരെയാണ് അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഡിഗ്രി യോഗ്യതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യതയുള്ളവരാണെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി കഴിയും. ആകെ 241 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർവീസിലൊക്കെ ഒരു സ്ഥിര ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അവസരമാണിത്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് 8 ആണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ പ്രായപരിധി നോക്കാം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സംവരണ വിഭാഗക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഇളവുകൾ ലഭിക്കും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിജ്ഞാപനത്തിലുണ്ടാവും. അത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് യോഗ്യതകൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ഒന്നാമതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി, അതായത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പിംഗ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിയണം. അതുപോലെ തന്നെ കുറച്ച് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പിംഗ് 1 മിനിറ്റിൽ 35 വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കണം. നിങ്ങളുടെ ടൈപ്പിംഗ് എത്രമാത്രം ഉണ്ടെന്നറിയാൻ അതിനായിട്ട് എക്സാം ഒക്കെ നടത്തുന്നതായിരിക്കും. അടുത്തത് നമ്മൾ നോക്കുന്നത് സാലറിയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 70,040 രൂപയാണ് പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. ഇതിനു പുറമെ കേന്ദ്ര സർവീസുകാർക്ക് ലഭിക്കുന്ന മറ്റ് പല ആനുകൂല്യങ്ങളും നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് ഈടാക്കുന്നുണ്ട്. SC, ST, PWBD, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 250 രൂപയാണ് ഫീസ്. അതേസമയം ജനറൽ OBC വിഭാഗക്കാർക്ക് 1000 രൂപയും ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കണം. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷയുടെയും വിജ്ഞാപനത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ.